വസന്ത, ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംസ്ഥാനത്താണ് ഈ നിലയിൽ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തി സർക്കാർ രൂപീകരണത്തിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേടിയ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. 2-3 മാസത്തിനിപ്പുറം ഇത്രമാത്രം പരുങ്ങലിലായ നിലയിലേക്ക് ആ സഖ്യം മാറുന്നത് എങ്ങനെയാണ്? അവിടെ ഈ ഒരു നിലയിലേക്ക് BJPക്ക് എത്താനാകുന്നത് എങ്ങനെയാണ്? ഹലോ വസന്ത, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, വലിയ പോരാട്ടത്തിലൂടെ നേടിയ വിജയമാണ്. അങ്ങേക്ക് തന്നെ അറിയാവുന്നതുപോലെ രാഷ്ട്രീയം അതിന്റെ പരമാവധിയിൽ മാറ്റുരയ്ക്കപ്പെട്ട സ്ഥലങ്ങളാണ് പാലക്കാട് ആവട്ടെ, വയനാടാവട്ടെ, ചേലക്കരയാവട്ടെ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം ഏതൊക്കെ രീതിയിൽ പറയാമോ ആ ഒക്കെ രീതിയിൽ എല്ലാ മുന്നണികളും പറഞ്ഞു വെച്ചു. അതിനുശേഷം ജനം തെരഞ്ഞെടുത്തത് ഞങ്ങളെയാണ് എന്നതിന്റെ അർത്ഥം ഈ സർക്കാരിനെതിരായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായും വലിയ ജനവിരുദ്ധ വികാരം എനിക്ക് ഡെസ്കിലെ വോയിസ് കാരണം കേൾക്കാൻ സാധിക്കുന്നു. ശരി, അത് ശരിയാക്കാം വസന്ത്. മാത്രമല്ല, ഞാൻ വസന്തിനോട് ചോദിച്ചത്, വസന്ത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം അത് ആമുഖമായി പറഞ്ഞതാണോ എന്നറിയില്ല. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ റിസൾട്ടാണ് വസന്ത് ആദ്യമായി പറഞ്ഞു തുടങ്ങിയത്. അത് ആമുഖമാണെങ്കിലും ഓക്കെ, പക്ഷേ അല്പം കൂടി ദേശീയ രാഷ്ട്രീയം ഫോക്കസ് ചെയ്താണ് ഞാൻ ചോദിച്ചത്. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം. വസന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ നിലയിൽ കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമാകാം കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത്ര പ്രാധാന്യത്തോടെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ചർച്ച ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയുടെ തന്നെ ഭൂപടത്തെ നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് വലിയൊരു തകർച്ചയിലേക്ക് പോയിട്ടുണ്ട് മഹാവികാസ് അഘാടി സഖ്യം, അതായത് ഇന്ത്യ സഖ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ 3 മാസത്തിനിപ്പുറം എന്താണ് അവിടെ സംഭവിച്ചത് ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ് ചോദ്യം. അല്ല, നോക്കൂ, അവിടെ സ്വാഭാവികമായും ആ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് NCP, രണ്ടാമത്തത് ഈ പറയുന്ന ശിവസേന. ഈ 2 പാർട്ടികൾക്കുള്ളിലും വലിയ വിള്ളലുണ്ടായി. അതിലേതാണ് ഒറിജിനൽ പാർട്ടി? ഇപ്പോ ഏകനാഥ് ഷിൻഡെ ആണോ അതോ ഒറിജിനൽ ശിവസേന ഏതാണ് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അജിത് പവാർ ആണോ NCP, മുമ്പുണ്ടായിരുന്ന NCP ആണോ യഥാർത്ഥത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വിഘടനം 2 പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഈ മഹാവികാസ് അഘാഡിക്കുള്ളിൽ ഉണ്ടായ സമയത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയത്. സ്വാഭാവികമായും ആ ഒരു വിഘടനം ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമൊന്നും വേണ്ട. നോക്കൂ വസ്തുത, ഇതിപ്പോ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കുറച്ച് സീറ്റുകൾ അവർ കൂടുതൽ നേടി എന്നതിനപ്പുറത്ത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭരണം അവർ തിരിച്ചു പിടിക്കുകയല്ല ചെയ്യുന്നത്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭരണം നമ്മൾ നിലനിർത്തുന്നു. കർണാടകയിൽ 3 സീറ്റുകളിൽ 2 തിരിച്ചു പിടിക്കുന്നു, ഒരിടത്ത് നിലനിർത്തുന്നു. പറഞ്ഞത് ശരിയാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നിലയിൽ BJPയുടെ കയ്യിൽ അല്ലെങ്കിൽ NDA സഖ്യത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്, സീറ്റുകളാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ വസന്ത്, ഞാൻ അതാണ് ആദ്യം ആമുഖമായി സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന എക്സിറ്റ് പോളുകളിലൊക്കെയും അല്ലെങ്കിൽ ആ സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ ഒരു തൂക്കസഭയ്ക്കുള്ള സാധ്യത, നെക്ക് ടു നെക്ക്, ടൈറ്റ് ഫൈറ്റ്, ഈ വിശേഷണങ്ങളൊക്കെയാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് മൃഗീയ ഭൂരിപക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് BJP എത്തുന്നത് അത് ശിവസേനയ്ക്കുള്ളിലെയോ NCPക്കുള്ളിലെയോ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എവിടെയാണ് മഹാവികാസ് അഘാടി സഖ്യം അവർ വീക്കായത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ വസന്ത് പറയുന്ന തിയറി പ്രകാരമാണെങ്കിൽ, അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തൊട്ടു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നിലയിലായിരുന്നില്ല കാര്യങ്ങൾ. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആകത്തുകയിൽ PCCകൾക്കൊക്കെ ഉണ്ടാക്കിയൊരു ആലസ്യം, അത് ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്നതിൽ കോൺഗ്രസിന് പോലും ഉണ്ടായ പരാജയം, അതൊക്കെ ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ വസന്ത്. അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായും സംഘടനാപരമായ പ്രശ്നങ്ങൾ, ഒരു സംഘടനാപരമായ ദൗർബല്യം, ഇതൊക്കെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടതായി വരും. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ വളരെ കൃത്യമായി അവിടെ ചുമതല നൽകിക്കൊണ്ട് AICC നിരീക്ഷകരെ നിർദ്ദേശിച്ചുകൊണ്ടൊക്കെ പാർട്ടി മുമ്പോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായത് ഈ പറയുന്ന NCPക്കുള്ളിലെ വലിയ പിളർപ്പ്, അതിന്റെ പേരിൽ ഉണ്ടായ വലിയ ഫൈറ്റ്, അതൊക്കെ വലിയ രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ശിവസേനയ്ക്കുള്ളിൽ ശിവസേനയുടെ
ഏത് പക്ഷമാണ് ശരിയായ പക്ഷം എന്നുള്ളതൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ദേശീയ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര മാത്രം കാണുന്നത് എന്നൊരു അഭിപ്രായമാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. ദേശീയാടിസ്ഥാനത്തിൽ ഇന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് ഇന്ത്യ സഖ്യമാണ്. അത് അസ്ഥിതയ്ക്ക് അറിയാത്തതല്ലോ. നോക്കൂ, കർണാടകയിൽ, ജാർഖണ്ഡിൽ ഒരു നമ്മൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ആരാണ് മുന്നേറിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അത് ഇന്ത്യ സഖ്യം തന്നെയാണ്. പിന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായ പ്രശ്നം കൃത്യമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈകാരികമായൊരു പ്രശ്നങ്ങൾ വിവിധ പാർട്ടികളിൽ നിന്ന് ഉടൽ തിരിഞ്ഞു വരുമ്പോൾ കൂടുതൽ നേതാക്കൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു, ഏത് നേതാവിന്റെ പാർട്ടിയാണ് യഥാർത്ഥ പാർട്ടി, ആർക്കാണ് ചിഹ്നം ഉണ്ടാവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഒരു 4-5 മാസക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു. എത്രയോ BJP നേതാക്കളെയാണ് പണവുമായി അവിടെ പിടികൂടിയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്ന ചോദ്യം വസന്ത് പറഞ്ഞതുപോലെ യഥാർത്ഥ ശിവസേന ആര്, യഥാർത്ഥ NCP ആര് എന്നുള്ളതാണ്. ഈ ജനവിധി അതിനൊരു ഉത്തരമായി എന്ന് അവർ അവകാശപ്പെടുകയാണെങ്കിൽ തെറ്റു പറയാനാകുമോ ഇനി? ഒരിക്കലും ഇല്ലല്ലോ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ജനവിധി അല്ലല്ലോ. ഇന്ത്യൻ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് പ്രകാരമാണ് ഇലക്ഷനും പാർട്ടി രജിസ്ട്രേഷനും അതിന്റെ കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി, തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തെ, അവർക്ക് അവകാശപ്പെട്ട പാർട്ടി പദവിയെ കളയാൻ പറ്റും. ഇപ്പൊ കോട്ടയത്ത് ഒരു എക്സാമ്പിൾ പറയാം. കോട്ടയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തോറ്റുപോയി. മാണി ഗ്രൂപ്പ് തോറ്റുപോയി. പാലായി ജോസ് കെ മാണിയും അദ്ദേഹം നേതൃത്വം കൊടുത്ത ആളും തോറ്റുപോയി എന്ന് പറഞ്ഞ് സ്വന്തം തട്ടകത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് 2 ഇല ചിഹ്നം അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില നേതാക്കൾ, കൂടുതൽ നേതാക്കൾ ഏത് പക്ഷത്ത് നിന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ പണമൊഴുക്കുന്നതിൽ BJP വലിയ പങ്ക് വഹിച്ചു. അതുകൊണ്ടാണല്ലോ BJPയുടെ ദേശീയ ചുമതലയുള്ള നേതാക്കളെ ഈ രാജ്യത്ത് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്, പണവുമായി അറസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ. ദേശീയ ചുമതലയുള്ള നേതാക്കൾ, സംഘപരിവാരത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ മഹാരാഷ്ട്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പണവും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കാമോ ആ ഒക്കെ രീതിയിൽ വിനിയോഗിച്ച് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ നിയമപരമായി, സംഘടനാപരമായി നേരിടുകയും ചെയ്യും. ഇനി അസിതയുടെ ചോദ്യം ഒരുപക്ഷെ എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് സെൻസിലാണെങ്കിൽ ആണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ഇന്ത്യ മുന്നണിയുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അവിടെ ഞാൻ പറഞ്ഞല്ലോ, AICC നിരീക്ഷകരെ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ AICC നേരിട്ട് തന്നെ ചുമതല കൊടുത്ത് നേതാക്കളെ നിർണയിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേകം AICC നിരീക്ഷകരുണ്ടായിരുന്നു. MPCCയുടെ, മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ ബൂത്തുകളിൽ ചുമതല കൊടുത്ത് നിയോഗിക്കുകയുണ്ടായി. ഇതൊക്കെ ചെയ്തിട്ടും അവിടെ മുന്നോട്ട് വരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ അംഗീകരിക്കുകയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് പുറകോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയത് എന്തുകൊണ്ടാണ് എന്നത് കൃത്യമായി പാർട്ടി പഠനം നടത്തേണ്ടതാണ്. പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി പഠനം നടത്തേണ്ടതാണ്. മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പഠനം നടത്തേണ്ടതാണ്. മഹാവികാസ് അഘാഡി ഏകകണ്ഠമായി അതിലൊരു അഭിപ്രായത്തിലേക്ക് എത്തേണ്ടതാണ്. അത് തിരുത്തിയാൽ മാത്രം പോരാ, അത് തിരുത്തി മുന്നേറാൻ മഹാവികാസ് അഘാഡിക്ക് ഇപ്പോഴും ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി.